ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അടുക്കളയിലേക്ക് വന്ന സുഭാഷ് പാത്രത്തിലേക്ക് കറി വിളമ്പുമ്പോൾ സുനന്ദ അടുക്കള വാതിലിലൂടെ അകത്തേക്ക് കയറി വരുന്നതും സുഭാഷ് ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിച്ചു നോക്കി അഭിപ്രായം പറയുന്നതുമെല്ലാം ഓർക്കുകയാണ്. തുടർന്ന് കണ്ടു നിറഞ്ഞ് അടുക്കള വാതിലിന്റെ അരികിലേക്ക് ഒന്ന് നോക്കിയിട്ട് സുഭാഷ് പാത്രത്തിലേക്ക് കറികൾ വിളമ്പുമ്പോൾ വാതിലിന്റെ അരികിലേക്ക് വന്ന സുനന്ദ കണ്ണു നിറഞ്ഞ് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയാണ്. സുഭാഷ് ഇത് ശ്രദ്ധിക്കുന്നില്ല. സുനന്ദ വീണ്ടും സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് സുഭാഷ് സുനന്ദ എന്ന് വിളിക്കുമ്പോൾ സുനന്ദ പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എന്റെ പേര് വിളിച്ചിട്ട് എത്ര നാളായി, ഞാൻ അകത്തേക്ക് വിടട്ടെ വാന്ന് സുഭാഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച് അരികിലേക്ക് വന്ന സുനന്ദ പറയുന്നു, എന്റെ കല്യാണം കഴിഞ്ഞു സുഭാഷ് ഏട്ടാ. ഇത് കേട്ട് മൂളി സുഭാഷ് പറയുന്നു, ഞാൻ സുനന്ദ ഇവിടെ പ്രതീക്ഷിച്ചില്ല. സുഖമായിരിക്കുന്നോ? സുനന്ദ പറയുന്നു, ഞാൻ ഇന്ന് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുക. സുഭാഷ് ഏട്ടനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാനാ ഞാൻ വന്നത്. ടെൻഷനോടുകൂടി പുറത്തേക്കൊന്ന് നോക്കിയിട്ട് സുഭാഷ് ചോദിക്കുന്നു, നീ ഇങ്ങോട്ട് വരുന്നതിന് വീട്ടിൽ സമ്മതിച്ചോ, അതോ നീ പറയാതെ വന്നതാണോ? സുനന്ദ പറയുന്നു, ഞാൻ ഇവിടേക്ക് വരുവാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ടാ വന്നത്. സുഭാഷ് ചോദിക്കുന്നു, കല്യാണമെല്ലാം നല്ല രീതിയിൽ നടന്നുവല്ലേ, എല്ലാവർക്കും സന്തോഷമായോ? സുനന്ദ കണ്ണു നിറഞ്ഞ് സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന നികേഷ് കാണുകയാണ്. അടുക്കള വാതിലിന്റെ അരികിൽ നിൽക്കുന്ന സുനന്ദയെ ടെൻഷനോടുകൂടി നികേഷ് മനസ്സിൽ പറയുന്നു, അയ്യോ, കല്യാണത്തിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു, ഇപ്പൊ ഇവളുടെ കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെയും വരുവാണോ? കഴുത്തിൽ താലിയുണ്ടല്ലോ, ഇനി ഭർത്താവിനെ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതാണോ, അതോ സുഭാഷ് ഏട്ടനെയാണ് ഇഷ്ടമെന്ന് ഭർത്താവിനോട് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വന്നതാണോ? എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ടെൻഷനോടുകൂടി സുനന്ദയും സുഭാഷും കാണാതെ പുറത്തേക്ക് മാറി നിന്ന് സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നികേഷ്. നിധിയും സുധീഷും ഇന്റർവ്യൂ കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി കാറിൽ വീട്ടിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് ചോദിക്കുന്നു, എന്താടാ നികേഷ്? നികേഷ് പറയുകയാണ്, ഇവിടെ ഒരു അത്ഭുതം നടന്നു. അത്ഭുതമോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ നികേഷ് നീ പറയുന്നത്? നികേഷ് പറയുന്നു, ഏട്ടത്തെയും സുധീഷ് ഏട്ടന്റെ ഒപ്പം ഉണ്ടോ? ഞാൻ കോളേജിൽ നിന്നും വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ സുനന്ദ നിൽക്കുന്നു. ഞെട്ടി വിശ്വസിക്കാനാകാതെ സുധീഷും നിധിയും ചോദിക്കുന്നു, സുനന്ദയോ? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടനും സുനന്ദയും അടുക്കളയിൽ നിന്ന് സംസാരിക്കുക, കഴുത്തിൽ താലിയൊക്കെ ഉണ്ട്. എനിക്ക് വീട്ടിനകത്തേക്ക് പോണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ ഒന്നും അറിയില്ല സുധീഷ് ഏട്ടാ, നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. സുധീഷ് പറയുന്നു, എടാ ഞങ്ങള് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ശരി എന്ന് പറഞ്ഞ് നികേഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് നിധിയോട് പറയുന്നു, നിധി എന്താ ഇത്? കല്യാണത്തലേന്ന് രാത്രി ആരും കാണാതെ സുനന്ദ വീട്ടിലേക്ക് ഓടി വന്നു. അന്നേരം കല്യാണം കഴിക്കാതെ ഇപ്പം കല്യാണത്തിന് ശേഷം വീട്ടിലേക്ക് വന്ന് സുഭാഷ് ഏട്ടനോട് എന്താ സുനന്ദയ്ക്ക് സംസാരിക്കാനുള്ളത്? നിധി പറയുന്നു, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല, സുനന്ദ ചുമ്മാ സുഭാഷ് ഏട്ടനെ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതായിരിക്കും. സുധീഷ് പറയുന്നു, അവളുടെ കല്യാണം കഴിഞ്ഞില്ലേ, അവൾക്ക് അവളുടെ ഭർത്താവിന്റെ കൂടെ പോയാ പോരെ, എന്തിനാ പിന്നെയും സുഭാഷ് ഏട്ടനെ ശല്യപ്പെടുത്തുന്നത്? നിധി പറയുന്നു, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. തുടർന്ന് നികേഷ് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ചും കാര്യം പറയുകയാണ്. ടെൻഷനോടുകൂടി ഹരീഷ് പറയുന്നു, എടാ ഞാൻ ഉടനെ വീട്ടിലേക്ക് വരാം. നികേഷ് പറയുകയാണ്, ശരി ഹരീഷ് ഏട്ടാ, പെട്ടെന്ന് വരണേ. വരാന്ന് പറഞ്ഞ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് സുനന്ദ പറയുന്നു, ഇനി എന്ന് എനിക്ക് സുഭാഷ് ഏട്ടനെ കാണാൻ പറ്റുമെന്നറിയില്ല. സുഭാഷ് പറയുന്നു, അത് സാരമില്ല, സുനന്ദ സന്തോഷമായിട്ടിരുന്നാ മതി. സുനന്ദയുടെ ഭർത്താവ് ദുബായിലല്ലേ, അപ്പം ദുബായിലൊക്കെ കൊണ്ടുപോകുമല്ലോ. ദുബായില് ഭർത്താവിന്റെ ഒപ്പം ജീവിക്കാം. നിങ്ങള് നല്ല സന്തോഷമായിട്ട് കഴിയേ. നടന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ ഭർത്താവിനെ നന്നായി സ്നേഹിച്ച് നല്ലൊരു ഭാര്യയായി ജീവിക്കണം. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് പുഞ്ചിരിച്ച് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് സുനന്ദ പറയുന്നു, സുഭാഷ് ഏട്ടാ പെട്ടെന്ന് തന്നെ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കണം. ഇത് കേട്ട് വിഷമത്തോടുകൂടി സുനന്ദയൊന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, എന്റെ കല്യാണം ഉടനെ നടക്കും. സുനന്ദ പറയുന്നു, നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം സുഭാഷ് ഏട്ടൻ. നല്ലൊരു പെണ്ണിനെ തന്നെ സുഭാഷ് ഏട്ടന് കിട്ടും. എനിക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലാതായിപ്പോയി. ഉറപ്പായിട്ടും സുഭാഷ് ഏട്ടന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടും. സുഭാഷ് പറയുന്നു, അതെല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. പുഞ്ചിരിച്ച് സുനന്ദ പറയുന്നു, ശരി ഞാൻ പോട്ടെ സുഭാഷ് ഏട്ടാ. പുഞ്ചിരിച്ച് സുഭാഷ് പറയുകയാണ്, ശരി പോയിട്ട് വാ. നികേഷ് കുറച്ചപ്പുറത്തായി നിന്ന് അവരെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അടുക്കള വാതിലിന്റെ അരികിലേക്ക് വന്ന സുനന്ദ തിരിഞ്ഞു നിന്ന് സുഭാഷിനോട് പറയുന്നു, എന്റെ ജീവിതത്തില് ഈ വീടും ഈ അടുക്കളയും ഞാൻ ഒരിക്കലും മറക്കില്ല. ദുബായ് എന്നല്ല, ഈ ലോകത്തിൽ എവിടെ പോയാലും ഞാൻ ഇവിടെ വന്ന് ഈ വാതിലിന്റെ അരികിൽ നിന്ന് സുഭാഷ് ഏട്ട എന്ന് വിളിക്കുന്നത് മാത്രം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് കേട്ടൊന്ന് പതറി പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ശരി നീ പോ, നിന്റെ അമ്മ ഇപ്പം നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. സുനന്ദ പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞേര്, ഇഷ്ടപ്പെട്ടാ മാത്രം ഓക്കെ പറഞ്ഞാ മതി. സുഭാഷ് ചോദിക്കുന്നു, എന്താ ചോദിക്ക്. സുനന്ദ ചോദിക്കണ, ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വരട്ടെ? സുഭാഷ് ചോദിക്കുന്നു, ആ പയ്യൻ ഇവിടെയൊക്കെ വരുമോ? സുനന്ദ പറയുകയാണ്, വരും സുഭാഷ് ഏട്ടാ, ഞാൻ ഇപ്പൊ കൂടെ ഇങ്ങോട്ട് വരാൻ സമ്മതം ചോദിച്ചിട്ടാ വന്നത്. നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്റെ ഭർത്താവിനെ പരിചയപ്പെടുത്താം. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, സുനന്ദയുടെ അച്ഛനും അമ്മയും വഴക്ക് പറയും. സുനന്ദ പറയുകയാണ്, ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി അവർക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ വിളിച്ചാൽ എന്റെ ഭർത്താവ് വരും, ഞാൻ കൂട്ടിക്കൊണ്ടു വരട്ടെ?
കൂട്ടിക്കൊണ്ട് വന്ന് സുഭാഷ് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി സുനന്ദ പറയുന്നു, വിളിച്ചോണ്ട് വരാം, ഞങ്ങൾ ഉച്ച കഴിഞ്ഞേ പോകത്തുള്ളൂ, അതിനുള്ളിൽ വരാം. സുഭാഷ് പറയുകയാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ വന്നാ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഭക്ഷണം ഒരുക്കാം. സന്തോഷത്തോടു കൂടി ശരി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് സുനന്ദ അവിടെ നിന്ന് പോവുകയാണ്. കണ്ണു നിറഞ്ഞ് പുഞ്ചിരിച്ച് സുനന്ദ പോകുന്നത് നോക്കി നിൽക്കുകയാണ് സുഭാഷ്. തുടർന്ന് ഹരീഷും സുധീഷും നിധിയും വീട്ടിലേക്ക് വരികയാണ്. സുനന്ദ പോയോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, പോയി, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ വാതിലിന്റെ അരികിലേക്ക് ചെന്നിട്ട് അവരറിഞ്ഞു പോലുമില്ല. ഞാൻ വീട്ടിലേക്ക് വന്നത് ഇതുവരെ സുഭാഷ് ഏട്ടൻ അറിഞ്ഞിട്ടില്ല. ഹരീഷ് ചോദിക്കുന്നു, അവരെന്താ സംസാരിച്ചെന്ന് നീ കേട്ടോ? നികേഷ് പറയുകയാണ്, ഇല്ല, ഞാൻ കേൾക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും കേട്ടില്ല. ഹരീഷ് പറയുകയാണ്, അവരെന്തായിരിക്കും സംസാരിച്ചത്? ഈ സമയം അവരെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും ഇവിടെ എന്ത് ചെയ്യുക? എപ്പോഴാണ് നികേഷ് നീ വന്നത്? നികേഷ് പറയുന്നു, സൂപ്പർ, ഞാൻ വന്നത് സുഭാഷ് ഏട്ടൻ അറിഞ്ഞില്ല അല്ലേ? സുഭാഷ് പറയുകയാണ്, അറിഞ്ഞില്ലടാ. നിധി മോളെ, നീയും വന്നോ? ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ സെക്കൻഡ് റൗണ്ട് പാസ്സായി, ഇനിയും HR റൗണ്ടും കൂടിയുള്ളൂ. അത് ഫോർമാലിറ്റിക്ക് വേണ്ടിട്ടാ, ജോലി കിട്ടിയതുപോലെയാ. സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, സൂപ്പർ മോളെ, വാ, എന്തിനാ എല്ലാവരും പുറത്തു നിന്ന് സംസാരിക്കുന്നത്? നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. ഞാൻ ചായ എടുത്തോണ്ട് വരാമെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ്, വീട്ടിലാരോ വന്നായിരുന്നല്ലോ. ആരെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അത് സുഭാഷ് ഏട്ടൻ വേണ്ടേ പറയാൻ, ആരാ വന്നത്? സുഭാഷ് പറയുന്നു, ഇപ്പം സുനന്ദ വന്നിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ സുനന്ദ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്? സുഭാഷ് പറയുന്നു, എനിക്കും അതൊരു അത്ഭുതമായിരുന്നു. നിധിയെ ഇന്റർവ്യൂവിന് കൊണ്ടുവിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം എടുത്തിട്ട് സൈറ്റിലേക്ക് പോകാനായി തുടങ്ങുകയായിരുന്നു. അപ്പോഴാ സുഭാഷ് ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് സുനന്ദ വന്നത്. ഹരീഷ് ചോദിക്കുന്നു, എന്തിനാ വന്നത്? കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? സുഭാഷ് പറയുന്നു, സുനന്ദ ഭർത്താവിന്റെ ഒപ്പം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറയാൻ വേണ്ടി വന്നതാ. നിധി ചോദിക്കുന്നു, യാത്ര പറയാൻ വേണ്ടി വന്നതായിരിക്കും, പക്ഷേ സുനന്ദയുടെ വീട്ടുകാര് സുനന്ദ ഇങ്ങോട്ട് പറഞ്ഞയക്കില്ലല്ലോ, പറയാതെ വന്നതാണോ? സുഭാഷ് പറയുന്നു, ഇത് തന്നെയാ ഞാനും ചോദിച്ചത്. എപ്പോഴും വരുന്നത് പോലെ ആരോടും പറയാതെ വന്നതെന്നാ ഞാൻ കരുതിയത്, പക്ഷേ സുനന്ദ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വരാൻ അവളുടെ ഭർത്താവിന്റെ സമ്മതവും വാങ്ങിച്ച അവള് വന്നത്. ഞാൻ രണ്ടുപേരെ ഇങ്ങോട്ട് വിരുന്നിന് വിളിച്ചിട്ടുമുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ ഏറ്റെടുക്കുന്നത്? സുഭാഷ് പറയുന്നു, ഇതിലെന്താണ് തെറ്റ്? സുനന്ദ അവളുടെ ഭർത്താവിനെയും കൂട്ടി ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. വരണ്ടെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ശരി, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ കൂട്ടിക്കൊണ്ടുവരാനായി ഞാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് സുനന്ദ ഇവിടുന്ന് പോയത്. നിധി ചോദിക്കുന്നു, ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? സുഭാഷ് പറയുന്നു, എന്ത് പ്രശ്നം? ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചതല്ല, സുനന്ദ തന്നെയാണ് ഇങ്ങോട്ട് ചോദിച്ചത് ഭർത്താവിനെയും കൂട്ടി വരട്ടെന്ന്. വരണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ മോളെ. ശരി സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഇത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സുധീഷ് പറയുന്നു, സുനന്ദ രാത്രി സുഭാഷ് ഏട്ടന്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ കല്യാണം കഴിക്കാതെ വിട്ടു. ഇപ്പൊ സുനന്ദ ഭർത്താവിനെയും കൂട്ടി വിരുന്നിന് വരുന്നു. അവർക്ക് വിരുന്ന് കൊടുക്കാൻ സുഭാഷ് ഏട്ടനും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സുഭാഷ് ഏട്ടനെ പോലെ ഒരാളെ കല്യാണം കഴിക്കാതിരുന്നത് സുനന്ദയുടെ ഭാഗ്യം. സുഭാഷ് പറയുന്നു, എന്തിനാണ് നീ ഇപ്പം പഴയതൊക്കെ പറയുന്നത്? അവര് വന്ന് കഴിച്ചിട്ട് പോട്ടെ. വിരുന്ന് കൊടുക്കാൻ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം, ഞാൻ പോയി വാങ്ങിട്ട് വരാം. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ അതൊന്നും വേണ്ട. സുഭാഷ് പറയുന്നു, നിധി മോളെ, എന്താ ഇവർക്ക് പറഞ്ഞാ മനസ്സിലാകാത്തത്? നിധി പറയുന്നു, ദേ നോക്ക്, സുഭാഷ് ഏട്ടൻ അവരെ വിരുന്നിന് വിളിച്ചിരിക്കുക. ഇനി വിരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. സുധീഷ് പറയുന്നു, ഇനി അനുജത്തി ചേട്ടനെ സപ്പോർട്ട് ചെയ്യ്. നിധി പറയുന്നു, ഇപ്പൊ അവരിവിടെ വിരുന്നിന് വന്നാൽ എന്താ പ്രശ്നം? സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് ചെന്ന് അവരെ വിരുന്നിന് വിളിച്ചതൊന്നും അല്ലല്ലോ, സുനന്ദ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകില്ല. സുഭാഷ് പറയുന്നു, അങ്ങനെ പറ മോളെ, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരട്ടെ. സുധീഷ് പറയുന്നു, ഇതെന്താ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ? ഈ സുഭാഷ് ഏട്ടനെ മനസ്സിലാക്കാൻ പറ്റുന്നതേയില്ല. നിധി പറയുന്നു, പാവം, എത്ര പക്വതയോടെയാണ് സുഭാഷ് ഏട്ടൻ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രയൊക്കെ നടന്നിട്ടും സുനന്ദ നമ്മുടെ വീട്ടിലേക്ക് വന്നു. സുഭാഷ് ഏട്ടൻ സുനന്ദയോട് നല്ല രീതിയിൽ സംസാരിച്ച് സുനന്ദയും ഭർത്താവിനെയും വിരുന്നിന് വിളിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് സുധീഷ് ചോദിക്കുന്നു, നിധി ഇനിയും ഭക്ഷണത്തിൽ എന്തെങ്കിലും അവർക്ക് കലക്കി കൊടുക്കാനാണോ സുഭാഷ് ഏട്ടൻ? എല്ലാവരും ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ടെൻഷനോടുകൂടി എല്ലാവരെയും നോക്കുകയാണ്. വിരൽ ചൂണ്ടി നിധി പറയുന്നു, ഇനി ഇതുപോലെ എന്തെങ്കിലും സംസാരിച്ചാൽ എന്റെ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ശരി ശരി, ദേഷ്യപ്പെടാതെ നിധി, നിധിയുടെ ചേട്ടനെ ഞാൻ ഇനി ഒന്നും പറയില്ല. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടന്റെ സ്നേഹം മറ്റൊരു രീതിയിലുള്ളതാണ്, ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ. ഹരീഷ് ചോദിക്കുന്നു, ശരിക്കും സുഭാഷ് ഏട്ടന് സുനന്ദയോട് പ്രണയം ഉണ്ടായിരുന്നോ? സുധീഷ് പറയുകയാണ്, നമ്മുടെ സുഭാഷ് ഏട്ടനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ബുദ്ധിയൊന്നും പോരാ. ഈ സമയം ഒരു സഞ്ജീവമായി അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, മോളെ ഞാൻ കടയിൽ പോയിട്ട് വരാം. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താടാ ഇതൊക്കെ? നിധി പുഞ്ചിരിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സുഭാഷ് സുനന്ദയ്ക്കും ഭർത്താവിനും വിരുന്നൊരുക്കുമ്പോൾ സുഭാഷിനെ സഹായിക്കുകയാണ് നിധി. സുധീഷും ഹരീഷും നികേഷും ഹോളിലിരിക്കുകയാണ്. അടുക്കളയിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ചെന്ന് നോക്കടാ. അടുക്കളയിലേക്ക്
വന്ന നികേഷ് ചുറ്റും നോക്കിയിട്ട് സുഭാഷിനോട് ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? സുഭാഷ് വിരുന്നിലുള്ള വിഭവങ്ങളെല്ലാം പറയുമ്പോൾ കണ്ണു തള്ളി നിൽക്കുകയാണ് നികേഷും ഹരീഷും സുധീഷും. ഇത്ര ഐറ്റംസ് ഒന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ആ കുടുംബത്തിന് ഇതൊക്കെ കുറച്ച് ഓവറാ. സുഭാഷ് പറയുകയാണ്, ആ കുടുംബത്തെ വിടടാ, സുനന്ദ നല്ല പെൺകുട്ടിയല്ലേ, പാവാടാ അവള്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അവള് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നിന് വരുവാ. എനിക്ക് തോന്നുന്നു ഇതാണ് അവള് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം വിരുന്നിന് വരുന്ന വീട്. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ ഇതെല്ലാം? ഇന്ന് ആരുടെയെങ്കിലും പിറന്നാളാണോ? ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആരുടെയെങ്കിലും പിറന്നാളാണെങ്കിലും ഇത്രയും ഐറ്റംസ് ഒന്നും നീ ഉണ്ടാക്കാറില്ലല്ലോ. എന്താ മോളെ, എന്തെങ്കിലും വിശേഷമുണ്ടോ? നിധി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയുന്നു, അച്ഛാ നമ്മുടെ സുനന്ദയില്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു, ഏത് സുനന്ദ? സുഭാഷ് പറയുന്നു, നമ്മുടെ സുനന്ദ, ലളിതാപ്പച്ചിയുടെ മോള് സുനന്ദ എന്ന് ഇവിടെ വന്നായിരുന്നു. ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുന്നു, ആടി ചിറക്കണ്ടായിരുന്നോ? അവളുടെ കല്യാണം കഴിഞ്ഞില്ലേ? അവള് പിന്നെ എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? അവക്കിവിടെ ഒരു ജോലിയില്ലല്ലോ, ആടി ചോടിക്കണ്ടായിരുന്നോ? സുഭാഷ് പറയുന്നു, അച്ഛ എന്താ ഇത്? സുനന്ദ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറയാൻ ഇവിടേക്ക് വന്നതാണ്. ഭാസ്കരൻ പറയുന്നു, ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും നാടകം കളിക്കാൻ അറിയാം, അത് വിശ്വസിച്ച് നീ ഓരോന്ന് ചെയ്യരുത്. നിധി പറയുന്നു, അവര് വിരുന്നിന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുനന്ദയും ഭർത്താവും. അതിനുവേണ്ടിയാ സുഭാഷ് ഏട്ടൻ ഭക്ഷണം ഒരുക്കുന്നത്. ഭാസ്കരൻ പറയുന്നു, ആ പെണ്ണ് ഇവനെ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരുത്തിനെ കല്യാണം കഴിച്ചിരിക്കുന്നു. ഇവൻ അവർക്ക് വിരുന്നൊരുക്കുന്നു. സുധീഷ് പറയുന്നു, സുനന്ദ വേണ്ടാന്ന് വെച്ചതല്ലല്ലോ, സുനന്ദ ഇറങ്ങി വന്നതല്ലേ. അച്ഛന്റെ മോന് തന്നെയായിരുന്നു സുനന്ദയെ കല്യാണം കഴിക്കാൻ ഭയം. വലിയ ത്യാഗിയായി സുനന്ദയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഇപ്പം സുനന്ദയ്ക്കും ഭർത്താവിനും വിരുന്നൊരുക്കുന്നു. സുഭാഷ് തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ പറഞ്ഞത് കറക്റ്റാ. ഭാസ്കരൻ പറയുന്നു, സ്വന്തക്കാരായിട്ട് അവര് നമ്മളെ കല്യാണത്തിന് വിളിച്ചായിരുന്നു, പിന്നെ നിനക്ക് മാത്രം എന്താടാ സ്വന്തം ബന്ധമൊക്കെ? ഇവിടെ വിരുന്നുമില്ല, ഒന്നുമില്ല. സുഭാഷ് പറയുന്നു, അച്ഛനൊന്ന് വെറുതെ ഇരിക്കണേ. ഭാസ്കരൻ പറയുന്നു, ദേ നോക്ക്, ആരും ഇവിടെ വരാൻ പാടില്ല, ഞാൻ അവരെ വിരുന്നിന് ക്ഷണിച്ചു എന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഞാനിപ്പോ പറഞ്ഞില്ലേ അവര് വരണ്ടാന്ന്? സുഭാഷ് പറയുന്നു, ഞാൻ അവരെ വിരുന്നിന് ക്ഷണിച്ചു പോയില്ലേ? സുനന്ദ ഭർത്താവിനെയും കൂട്ടി ഇവിടെ വിരുന്നിന് വരും, അച്ഛൻ മിണ്ടാതിരുന്നാ മതി. ഭാസ്കരൻ പറയുന്നു, ഞാൻ എന്തിനു മിണ്ടാതിരിക്കണോടാ? സുനന്ദ എന്റെ സഹോദരിയുടെ മകളാണ്, എനിക്കില്ലാത്ത സ്നേഹം എന്തിനാ നിനക്ക്? നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലേ? എത്ര കിട്ടിയാലും നിനക്ക് മതിയാകില്ലേ? നിധി പറയുന്നു, അച്ഛാ സുഭാഷ് ഏട്ടൻ ആഗ്രഹിച്ചതല്ലേ, നമുക്ക് വിരുന്ന് കൊടുക്കാം. ഭാസ്കരൻ പറയുന്നു, പിന്നെ നിന്റെ ചേട്ടൻ ആഗ്രഹിച്ചത്? മോളെ, ഇവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? നമുക്കിതിന്റെ ആവശ്യമുണ്ടോ? ആ ചെറുക്കനും പെണ്ണും കൂടി വരും, പിന്നാലെ ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെയൊന്നും ഉണ്ടാകില്ല അച്ഛാ എന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, അത് നിനക്ക് എങ്ങനെ അറിയാടാ? സുഭാഷ് ദേഷ്യത്തോടു കൂടി ഉറക്കെ പറയുന്നു, അറിയാം. എല്ലാവരും ഞെട്ടി സുഭാഷിനെ നോക്കുകയാണ്. ഹരീഷ് പതിയെ ചോദിക്കുന്നു, ഇത് നമ്മുടെ സുഭാഷ് ഏട്ടൻ തന്നെ ആണോടാ? സുഭാഷ് പറയുന്നു, രാവിലെ സുനന്ദ ഇവിടെ വന്നിരുന്നു, ഭർത്താവിനെയും കൂട്ടി വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അവരെ വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു. അവരിവിടെ വിരുന്നിന് വരികയും ചെയ്യും. അച്ഛന് പറ്റുമെങ്കിൽ മിണ്ടാതെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ സാധാരണ പോലെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകാം. ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, ഓ വിരുന്നോട്ട് നീ, ഞാൻ പറഞ്ഞാ നീ കേൾക്കില്ലല്ലോ. എടാ ഇവനോ നാണോ ഇല്ല, നിങ്ങൾക്കും ഇല്ലേ? നിങ്ങളും ഇവന് കൂട്ടു നിൽക്കുകയാണോ? സുധീഷും ഹരീഷും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് പറയുന്നു, സാരമില്ല മോളെ, നമുക്ക് വിരുന്നൊരുക്കാം. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ ഇത്രയും ശബ്ദമുയർത്തി സംസാരിക്കുമോ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, ഇല്ലെങ്കിൽ അച്ഛൻ ഇവിടുന്ന് പോകില്ല. സുധീഷ് പറയുന്നു, ഇപ്പം സുഭാഷ് ഏട്ടൻ കാണിച്ച ഈ ധൈര്യം ഉണ്ടല്ലോ, അത് ഇന്നലെ രാത്രിയിൽ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് സുഭാഷ് ഏട്ടനും സുനന്ദയ്ക്കും വിരുന്ന് തന്നേനെ. ഇപ്പം സുനന്ദയുടെ കല്യാണം കഴിഞ്ഞ് സുഭാഷ് ഏട്ടൻ സുനന്ദയ്ക്കും ഭർത്താവിനും വിരുന്നൊരുക്കുന്നു. സുഭാഷ് പറയുന്നു, സുധീഷെ, സുനന്ദയുടെ കല്യാണം കഴിഞ്ഞു, ഇനിയും പഴയതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അക്കാര്യമൊന്നും ഇനി ഇവിടെ ആരും ഓർമ്മിക്കുകയും പറയുകയും വേണ്ട. സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് ഹരീഷ്. സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് നിധി പറയുന്നു, സുധീഷെ, അവര് വന്നു പോകുന്നത് വരെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ, നിങ്ങളൊന്നും പറയണ്ട. സുധീഷ് പറയുന്നു, ഉത്തരവ്. ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുനന്ദ സുഭാഷിന്റെ വീട്ടിലേക്ക് പോയ കാര്യം ലളിതയും ഗംഗാധരനും ധനശേഖരനും കൂടി സംസാരിക്കുകയാണ്. ഗംഗാധരൻ പറയുന്നു, എത്രയും പെട്ടെന്ന് മോനോട് സുനന്ദയെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറയണം, ഇവൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല. തുടർന്ന് സുനന്ദ വിരുന്നിന് പോകാനായി ഒരുങ്ങി അവിടേക്ക് വരുമ്പോൾ ധനശേഖരൻ ചോദിക്കുന്നു, നീ എവിടെ പോവാ? ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ? സുനന്ദ പറയുന്നു, ഇല്ലച്ചാ, സുഭാഷ് ഏട്ടന്റെ വീട്ടിലേക്ക് പോകുക. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ദേഷ്യത്തോടു കൂടി സുനന്ദയുടെ അരികിലേക്ക് വന്ന് അടിക്കാൻ ഓങ്ങിക്കൊണ്ട് ധനശേഖരൻ പറയുന്നു, നിന്റെ കല്യാണം കഴിഞ്ഞെന്നൊന്നും ഞാൻ വിചാരിക്കില്ല, ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. കയ്യിൽ പിടിച്ച് ലളിത പറയുന്നു, ധനേട്ടെ വേണ്ട, മോൻ അകത്തുണ്ട്, ഇവിടെ ഇരിക്ക്. ധനശേഖരൻ ചോദിക്കുന്നു, നീ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ? ഇപ്പൊ എന്തിനാ നീ അങ്ങോട്ടേക്ക് പോകുന്നത്? ഗംഗാധരൻ പറയുന്നു, മോളെ, നീ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല. നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി നല്ല ഒരിടത്ത് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അവരുടെ മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്തരുത്. സുനന്ദ ചോദിക്കുന്നു, ഇതിലെന്ത് നാണം കെടുത്താനാ? ഞാൻ യാത്ര പറയാനായിട്ടാ സുഭാഷ് ഏട്ടന്റെ വീട്ടിലേക്ക് പോയത്. അപ്പൊ സുഭാഷ് ഏട്ടൻ ഞങ്ങളെ വിരുന്നിന് വിളിച്ചു. സുഭാഷ് ഏട്ടനായിട്ട് ചോദിച്ചതല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ, ഭർത്താവിനെയും കൂട്ടി വരട്ടെ എന്നാ. സുഭാഷ് ഏട്ടൻ അപ്പം വിരുന്നിന് ക്ഷണിച്ചു.
അതാ ഞാനും ചേട്ടനും സുഭാഷ് ചേട്ടന്റെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുന്നത്. ഞെട്ടി ലളിത ചോദിക്കുന്നു, മോനും നിന്റെ കൂടെ വരുന്നെന്നോ? എല്ലാം നീ മോനോട് പറഞ്ഞോ? കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? സുനന്ദ പറയുന്നു, കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഇവിടുന്ന് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. എന്റെ ഭർത്താവ് കെട്ടിയ താലി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ എന്റെ ഭർത്താവിന്റെ ഒപ്പമാണ് സുഭാഷ് ചേട്ടന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ലളിത ചോദിക്കുന്നു. ഇപ്പൊ എന്ത് കാര്യം ഉണ്ടായിട്ടാ നീ അങ്ങോട്ട് വിരുന്നിന് പോകുന്നത്? ഗംഗാധരൻ പറയുകയാണ്, ദേ നോക്ക്, ഇനി മേലാൽ നീ ആ വീട്ടിൽ പോകരുത്. ധനശേഖരൻ പറയുന്നു, സുനന്ദേ നീ മോനോടൊന്നും പറയാൻ പാടില്ലായിരുന്നു. നീ പറയുന്നത് കേട്ട് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല മോൻ. എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ നിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ സമയം അവിടേക്ക് വന്ന സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, നമുക്ക് പോകാം സുനന്ദ. പുഞ്ചിരിച്ച് സുനന്ദ പറയുന്നു, ആ നമുക്ക് പോകാം. ഞാൻ ഇവരോട് സുഭാഷ് ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയുമായിരുന്നു. അവര് സന്തോഷത്തോടു കൂടി പോയിട്ട് വരാൻ പറഞ്ഞു. ഈ സമയം സുനന്ദയുടെ ഭർത്താവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുനന്ദയുടെ ഭർത്താവ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ ധനശേഖരൻ പറയുന്നു, ദേ നോക്ക്, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. സുനന്ദ പറയുന്നു, സുഭാഷ് ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുകയായിരിക്കും. ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് വേണ്ടി സുഭാഷ് ചേട്ടനെ ചതിച്ചു. ഇനി എനിക്ക് ചതിക്കാൻ കഴിയില്ല. ഞങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ട് പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാം എന്റെ ഭർത്താവിനോട് തുറന്നു പറയും. എനിക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടമായിരുന്നെന്നും കല്യാണത്തിന്റെ തലേന്ന് രാത്രി സുഭാഷ് ചേട്ടന്റെ കൂടെ ജീവിക്കാനായി ഞാൻ സുഭാഷ് ചേട്ടന്റെ വീട്ടിലേക്ക് പോയതും നിങ്ങൾ നാടകമാടി എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നതും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതുമെല്ലാം ഞാൻ എന്റെ ഭർത്താവിനോട് പറയും. ഇത് കേട്ട് അവർ ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, സുനന്ദേ നമുക്ക് ഇറങ്ങാം, പോകാമെന്ന് സുനന്ദ പുഞ്ചിരിച്ചു മൂളുമ്പോൾ സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, അടുത്ത് അമ്മാവന്റെ വീടുണ്ടെന്ന് പറഞ്ഞു. അവിടേക്ക് വിരുന്നിന് പോകണമെന്ന് സുനന്ദ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വരെ പോയിട്ട് വരാമെന്ന് കരുതി. നിങ്ങൾ വരുന്നോ? പുഞ്ചിരിച്ച ലളിത പറയുന്നു, അയ്യോ മോനെ, ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, നിങ്ങൾക്ക് ഇത് പോകേണ്ടതല്ലേ, നിങ്ങൾ പോയിട്ട് വാ. സുനന്ദയുടെ ഭർത്താവ് ചോദിക്കുന്നു, അവരാരും എന്താ കല്യാണത്തിന് വരാഞ്ഞത്? പെട്ടെന്ന് എല്ലാവരുടെയും മുഖം മാടുമ്പോൾ സുനന്ദ പറയുന്നു, ചോദിച്ചത് കേട്ടില്ലേ, മറുപടി പറ. പുഞ്ചിരിച്ച് ഗംഗാധരൻ പറയുന്നു, അവരാരും വന്നില്ല, അവനെന്റെ സ്വന്തം സഹോദരൻ തന്നെയാ. പക്ഷേ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിക്കാറില്ല, സ്വത്ത് തർക്കം, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ധനശേഖരൻ പറയുന്നു, ഇവളോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ ഇവള് കേൾക്കില്ല, അവർക്ക് നമ്മൾ മാത്രമേ സ്വന്തക്കാരായിട്ടുള്ളൂ, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവൾ അവിടെ പോകും. ലളിത പറയുന്നു, കുട്ടികളെല്ലാവരും ഒരുമിച്ച് കളിച്ചു വളർന്നവരാ, അവിടെ 4 പയ്യന്മാരുണ്ട്, അവരെല്ലാവരും ഇവളെ പെങ്ങളെ പോലെയാ കാണുന്നത്, ഇവൾക്ക് അവര് ആങ്ങളമാരുമാ, അതുകൊണ്ട് ഇവൾ അവിടെ പോവുകയും വരികയൊക്കെ ചെയ്യും. ഞങ്ങൾ അധികം ചോദിക്കാറുമില്ല, പോയില്ലെങ്കിൽ നന്നായിരുന്നു, ഇവളോട് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, സ്വത്ത് തർക്കമാണോ? അതൊക്കെ എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ, ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട്, ഞാൻ പിന്നീട് സുനന്ദയോട് അതെല്ലാം പറയാം, വാ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ അവർ സുഭാഷിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് എല്ലാവരും. ലളിത പറയുകയാണ്, ധനേട്ടാ ഇവളെല്ലാം നശിപ്പിക്കും, ഇവളും ജീവിക്കില്ല, നമ്മളെയും ജീവിക്കാൻ അനുവദിക്കില്ല, ഇവളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാകില്ല. തുടർന്ന് സുഭാഷ് സുനന്ദയ്ക്കും ഭർത്താവിനും വിരുന്നൊരുക്കി കാത്തിരിക്കുകയാണ്. നിധിയും നികേഷും ഭക്ഷണം എടുത്തു വെക്കാൻ സുഭാഷിനെ സഹായിക്കുകയാണ്. ഇതെല്ലാം കണ്ട് മാറിയിരിക്കുകയാണ് സുധീഷും ഹരീഷും. അടുക്കള വാതിലിന്റെ അരികിലേക്ക് വന്ന സുനന്ദയും ഭർത്താവും അകത്തേക്ക് നോക്കുകയാണ്. സുഭാഷ് ഏട്ടാന്ന് സുനന്ദ വിളിക്കുമ്പോൾ ഉമ്മറത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ് സുഭാഷ്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ അവിടെയല്ല, അടുക്കള വാതിലിന്റെ അരികിലാ. സുഭാഷ് അവരുടെ അരികിലേക്ക് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ വിരുന്നിന് വന്നിരിക്കുമല്ലേ, എപ്പോഴും വരുന്നത് പോലെ ഭർത്താവിനെയും കൂട്ടി പിൻവശത്തെ വഴിയിലൂടെയാണ് വന്നിരിക്കുന്നത്. കൈകൂപ്പി അവരുടെ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, വാ അകത്തേക്ക് വാ. എന്താ മോളെ ഇത്, ഭർത്താവിനെയും കൂട്ടി പിന്നിലത്തെ വഴിയിലൂടെയാണോ വരുന്നത്? ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നതല്ലേ, മുൻവശത്തെ വഴിയിലൂടെ വരണ്ടായിരുന്നു. സോറി സുഭാഷ് ഏട്ടാന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, സാരമില്ല, വാ മുൻവശത്തെ വാതിലിലൂടെ അകത്തേക്ക് കയറി വന്നാ മതി. വാദം പറഞ്ഞ് സുനന്ദ ഭർത്താവിനെയും കൂട്ടി മുൻവശത്തേക്ക് പോവുകയാണ്. സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, ഞാൻ അപ്പോഴേ ഓർത്തു പിന്നിലത്തെ വാതിലിന്റെ അരികിലേക്കാണല്ലോ പോകുന്നതെന്ന്. സുനന്ദ പറയുന്നു, സോറി, ഞാൻ എപ്പോഴും ഈ വഴിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ആ ഓർമ്മയിൽ കൂട്ടിക്കൊണ്ട് വന്നതാ, സോറി. സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, അത് സാരമില്ല, വാ. സുഭാഷ് സന്തോഷത്തോടു കൂടി ഉമ്മറത്തേക്ക് വരുമ്പോൾ പിന്നാലെ വരികയാണ് നിധിയും സുധീഷും നികേഷും ഹരീഷും എല്ലാം. ഭാസ്കരനും ഉമ്മറത്തിരിപ്പുണ്ട്. കൈകൂപ്പി സുഭാഷ് പറയുന്നു, വാ അകത്തേക്ക് വാ. നിധി ചോദിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നോ? സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു. നിധി പതിയെ ഭാസ്കരനോട് പറയുന്നു, അകത്തേക്ക് വിളിക്ക്. ഭാസ്കരൻ മുഖം തിരിക്കുമ്പോൾ സുനന്ദ പറയുന്നു, ഇതാണ് എന്റെ അമ്മാവൻ ഭാസ്കരൻ. പുഞ്ചിരിച്ച് സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, നമസ്കാരം മാമ. അവിടെ വന്നെഴുന്നേറ്റ് കൈ തൊഴുത് ഭാസ്കരൻ പറയുന്നു, നമസ്കാരം, അകത്തേക്ക് കയറി വാ. എല്ലാവരും പുഞ്ചിരിച്ച് ഭാസ്കരനെ നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, വാ നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ സുനന്ദയും ഭർത്താവിനെയും കൂട്ടി എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. പുറത്തിരുന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് ഭാസ്കരൻ. സുനന്ദയും ഭർത്താവും സന്തോഷത്തോടു കൂടി അവിടേക്ക് ഇരിക്കുകയാണ്. സുനന്ദയുടെ ഭർത്താവ് ചുറ്റും നോക്കുന്നുണ്ട്. സുനന്ദ പറയുന്നു, ഇത് സുഭാഷ് ഏട്ടൻ, ഇതാണ് മാമന്റെ മൂത്ത മകൻ, ഇത് സുധീഷ് രണ്ടാമത്തെ മകൻ, ഇത് ഹരീഷ് മൂന്നാമത്തെ മകൻ, ഇത് നികേഷ് മാമന്റെ 4ാമത്തെ മകൻ, ഇത് നിധി സുധീഷിന്റെ ഭാര്യയാണ്. നിധി പുഞ്ചിരിച്ച് നമസ്കാരം പറയുമ്പോൾ സുനന്ദയുടെ ഭർത്താവും പുഞ്ചിരിച്ച് നമസ്കാരം പറയുകയാണ്. സുധീഷ് പതിയെ നികേഷിനോട് പറയുന്നു, സൂപ്പർ വൈഫാണെന്ന് സമ്മതിച്ചു
കഴിച്ചല്ലോ. സുഭാഷ് അവർക്ക് വെള്ളം എടുത്തു കൊടുക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ദുബായിൽ എന്താ ജോലി? സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, സുനന്ദയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ സൂപ്പർവൈസറാ. നികേഷ് ചോദിക്കാണ്, ഉടനെ സുനന്ദേച്ചിയും ദുബായി കൊണ്ടുപോകുമായിരിക്കും അല്ലെ? സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, കുറച്ച് വിസ പ്രോസസ് ഒക്കെ കഴിയണം, അതെല്ലാം കഴിഞ്ഞാൽ ഉടനെ കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങൾ എല്ലാവരും എന്താ കല്യാണത്തിന് വരാഞ്ഞതെന്ന് ഞാൻ സുനന്ദയുടെ വീട്ടിൽ ചോദിച്ചു. അപ്പോഴാ ഞാൻ അറിഞ്ഞത് കുടുംബ പ്രശ്നം ഉണ്ടെന്ന്. സുധീഷ് പറയുന്നു, കുറെ കാലമായി കുടുംബ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുനന്ദ മാത്രം ചെറുപ്പം മുതലേ ഇവിടെ വരും. മറ്റാരും ആ കുടുംബത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരില്ല. ഞങ്ങളും അങ്ങോട്ടേക്ക് പോകാറില്ല. നിധി പറയുന്നു, ഇവരെല്ലാവരും കസിൻസ് അല്ലേ? മുതിർന്നവർ വഴക്കിട്ടാലും ഇവരെല്ലാവരും നല്ല സ്നേഹത്തിലാ കഴിഞ്ഞത്. സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, ആ മനസ്സിലായി. ഇതേപോലത്തെ പ്രശ്നം ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. പേരൻസ് സംസാരിച്ചില്ലെങ്കിലും ഞങ്ങള് കസിൻസ് എല്ലാവരും നല്ല ക്ലോസ് ആണ്. സുഭാഷ് സന്തോഷത്തോടുകൂടി അവരെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുകയാണ്. തുടർന്ന് സ്നേഹത്തോടുകൂടി സുനന്ദയ്ക്കും ഭർത്താവിനും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് സുഭാഷ്. സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, നിങ്ങൾ വരിക്ക്, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. സുധീഷ് പറയുന്നു, സാരമില്ല, നിങ്ങൾ കഴിക്കുക, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. പുറത്തേക്ക് നോക്കിയിട്ട് സുനന്ദയുടെ ഭർത്താവ് ചോദിക്കുന്നു, അച്ഛനും കഴിക്കാൻ വരുന്നില്ലേ? സുഭാഷ് പറയുന്നു, അച്ഛൻ ഇപ്പോഴേ കഴിക്കില്ല, പിന്നെ കഴിച്ചോളും. ഇത് കേട്ട് അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കാണ്, ആര് പറഞ്ഞു ഞാൻ പിന്നെ കഴിക്കത്തുള്ളെന്ന്? ഞാനില്ലാതെ എന്ത് വരുന്ന? അങ്ങനെ ഭാസ്കരനും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. നിധി ഭാസ്കരന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. സുനന്ദയും ഭർത്താവും സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. സുനന്ദ പറയുന്നു, സുഭാഷേട്ടൻ നന്നായിട്ട് പാചകം ചെയ്യും. സുഭാഷേട്ടൻ പാചകം ചെയ്യുമ്പോൾ ഞാൻ പിൻവശത്തെ വഴിയിലൂടെ വരും. ഞാൻ സുഭാഷേട്ടാന്ന് വിളിക്കുന്ന ഉടനെ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. സൂപ്പർ ആയിരിക്കും. ഒരു പാത്രത്തില് കുറച്ചെനിക്ക് വീട്ടിലേക്ക് തന്നു വിടുകയും ചെയ്യും. സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, സുനന്ദ പറഞ്ഞത് സത്യമാ, എല്ലാ ഐറ്റവും സൂപ്പർ ആയിട്ടുണ്ട്, കുറച്ചുകൂടി വിളമ്പട്ടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, അയ്യോ ഞാൻ ഇത് കഴിച്ചിട്ട് വീണ്ടും വാങ്ങിക്കാം. സുനന്ദ ചോദിക്കുന്നു, ഇത്ര ഐറ്റംസും സുഭാഷേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണോ? സുഭാഷ് പറയുകയാണ്, അല്ല, നിധിയും നികേഷും എന്നെ സഹായിച്ചു. ഭാസ്കരൻ ചോദിക്കുന്നു, നിന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിച്ചോ? സുനന്ദ പറയുന്നു, എങ്ങനെ വിടാനാ മാമ, പോകണ്ടെന്ന് തന്നെയാ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് പെർമിഷൻ ചോദിക്കുന്ന സ്ഥലം മാറിയില്ലേ? എനിക്ക് എന്റെ ഭർത്താവിനോട് പെർമിഷൻ ചോദിച്ചാൽ മതിയല്ലോ. ഇനി ഞാൻ പെർമിഷൻ ചോദിച്ചപ്പോ പോകാതെ പറഞ്ഞു, അതാ ഞങ്ങൾ ഒരുമിച്ച് വന്നത്. ഭാസ്കരൻ ചോദിക്കുന്നു, പയ്യന് നല്ല ശമ്പളം ഉണ്ടോ? സുധീഷ് പറയുകയാണ്, എന്തിനാ ഇപ്പം ശമ്പളത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നത്? സുനന്ദയുടെ ഭർത്താവ് പറയുന്നു, ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെയാണ് നാട്ടിൽ താമസിക്കുന്നത്. ഞാൻ ഇതുവരെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയിട്ടില്ല, ഉടനെ വാങ്ങും. ദുബായില് നല്ല ശമ്പളമുണ്ട്. സുനന്ദയെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ നല്ല സൗകര്യത്തിൽ താമസിപ്പിക്കത്തക്ക രീതിയിൽ എനിക്ക് ശമ്പളമുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പം സുനന്ദയുടെ ഭർത്താവ് ചോദിക്കണം, എന്താ സുനന്ദ ഇത് ഇതുവരെ അതൊന്നും പറഞ്ഞിട്ടില്ലേ? ഭാസ്കരൻ പറയുകയാണ്, അവള് അത് പറയാൻ വേണ്ടിയാണോ ഇവിടെ വരുന്നത്? അവക്ക് വേറെ കാര്യം ഉണ്ടായിട്ടല്ലേ ഇവിടെ വരുന്നത്? ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ സുനന്ദയുടെ ഭർത്താവ് സംശയത്തോടുകൂടി എല്ലാവരെയും നോക്കുകയാണ്. പുഞ്ചിരിച്ച് നിധി പറയുന്നു, സുനന്ദ ഇവിടെ സുഭാഷേട്ടൻ ഉണ്ടാക്കുന്നത് കഴിക്കാനല്ലേ വരുന്നത്? അതാ പറഞ്ഞത്. സുഭാഷേട്ടന്റെ ഭക്ഷണം സുനന്ദയ്ക്ക് ഒരുപാട് ഇഷ്ടമാ, അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത്. സുനന്ദയുടെ ഭർത്താവ് ചോദിക്കുന്നു, നിങ്ങള് ചേട്ടനും അനുജത്തിയും പോലെയാണല്ലോ? നിധി പറയുകയാണ്, ഞാൻ വന്ന നാൾ മുതലേ എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെയാ സുഭാഷേട്ടൻ. സുനന്ദയുടെ ഭർത്താവ് ചോദിക്കുന്നു, സുഭാഷ് എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തത്? ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ സുനന്ദയുടെ ഭർത്താവ് ചോദിക്കുന്നു, സോറി, എന്തെങ്കിലും തെറ്റായി ചോദിച്ചോ? അനുജന്റെ കല്യാണം കഴിഞ്ഞു, ഇതുവരെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഹരീഷ് പറയുന്നു, സുഭാഷ് ചേട്ടന് പെണ്ണ് നോക്കുന്നുണ്ട്, ഉടനെ കല്യാണം നടക്കും. സുധീഷ് പറയുന്നു, എന്റേത് ലവ് മാരേജ് ആയിരുന്നു. നിധിയുടെ വീട്ടില് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ കല്യാണം കഴിച്ചത്. നികേഷ് പറയുന്നു, അടുത്ത കല്യാണം സുഭാഷ് ചേട്ടന്റെയാ. സുനന്ദ പറയുന്നു, സുഭാഷ് ചേട്ടന്റെ കല്യാണം ഉടനെ നടക്കണം. ഞാൻ ചേട്ടന്റെ കൂടെ ദുബായി പോയാൽ കല്യാണത്തിന് വരാൻ കഴിയില്ല, അതിനു മുമ്പേ കല്യാണം നടക്കണം. സുഭാഷ് ചേട്ടന്റെ കല്യാണത്തിന് എനിക്കും കൂടണം. എനിക്ക് സുഭാഷ് ചേട്ടന്റെ കല്യാണം കാണണം. ഇനിയും ആരും എന്നോട് ഇവിടെ വരാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും സുഭാഷ് ചേട്ടന്റെ കല്യാണത്തിന് വരും. സുഭാഷ് പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ നിധി പറയുകയാണ്, മാട്രിമോണിയലിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഉടനെ തന്നെ കല്യാണം ഫിക്സ് ആകും. ഉറപ്പായും നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ കല്യാണത്തിന് ക്ഷണിക്കും, നിങ്ങൾ വരണം. ഭാസ്കരൻ ചോദിക്കുന്നു, മോനെ, നിനക്ക് കല്യാണം കഴിക്കാത്ത പെങ്ങന്മാര് വല്ലതും ഉണ്ടെങ്കിൽ ഇവന് വേണ്ടി ആലോചിക്കാം. സുധീഷ് ചോദിക്കുന്നു, അനുജത്തിമാരുണ്ടോ? സുനന്ദയുടെ ഭർത്താവ് പറയുകയാണ്, എനിക്ക് പെങ്ങന്മാരില്ല, ഉള്ളതൊരു അനിയനാ. സുഭാഷ് സ്നേഹത്തോടുകൂടി അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടി സുനന്ദയോടും ഭർത്താവിനോടും സംസാരിക്കുന്നു. സുനന്ദ ഇടയ്ക്കിടയ്ക്ക് വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുന്നുണ്ട്. തുടർന്ന് സുധീഷിനെ മാറ്റി നിർത്തി നിധി പറയുന്നു, കല്യാണം കഴിഞ്ഞ് ആദ്യമായി സുനന്ദയും ഭർത്താവും ഇവിടെ വന്നതല്ലേ? എന്റെ കയ്യിൽ ഒരു പുതിയ സാരി ഉണ്ട്, ഞാൻ സമ്മാനമായി അത് സുനന്ദയ്ക്ക് കൊടുക്കാം. പക്ഷേ സുനന്ദയുടെ ഭർത്താവിന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. സുധീഷിന്റെ കയ്യിൽ പുതിയ ഡ്രസ്സ് വല്ലതും ഉണ്ടോ? പുതിയ ഡ്രസ്സൊന്നും എന്റെ കയ്യിലില്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുനന്ദയ്ക്ക് മാത്രം ഡ്രസ്സ് കൊടുത്തിട്ട് ഭർത്താവിനൊന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. സുധീഷ് ചോദിക്കുന്നു, ഡ്രസ്സ് തന്നെ കൊടുക്കണമെന്നുണ്ടോ? നിധി പറയുകയാണ്, എന്റെ കയ്യിൽ ഡ്രസ്സേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ സുധീഷിന്റെ കയ്യില്? സുധീഷ് പറയുകയാണ്, ഒരു പുതിയ വാച്ച് ഉണ്ട്, സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കെട്ടാൻ വെച്ചിരിക്കുന്നതാ, പുതിയതാ. നിധി ഈ വീട്ടിൽ വരുന്നതിന് മുമ്പേ വാങ്ങിയതാ, ഞാൻ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് പുതിയതുപോലെ ഇരിക്കുക. സുധീഷ് ആ വാച്ച് എടുത്ത് കാണിക്കുമ്പോൾ നിധി പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട്. അവരിവിടുന്ന് പോകുമ്പോ
നമുക്ക് ഇത് കൊടുക്കാം. നിധി സാരി എടുത്ത് സുധീഷിനെ കാണിക്കുകയാണ്. തുടർന്ന് സുനന്ദയും ഭർത്താവും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി ഹോളിലേക്ക് വന്നിരിക്കുകയാണ്. സുനന്ദ പറയുന്നു, സുഭാഷ് ഏട്ടാ ഭക്ഷണം സൂപ്പർ ആയിരുന്നു. സുനന്ദയുടെ ഭർത്താവ് പറയുകയാണ്, അതെ എല്ലാ ഐറ്റവും നല്ലതായിരുന്നു. സുഭാഷ് പറയുന്നു, വളരെ സന്തോഷം. സുനന്ദയുടെ ഭർത്താവ് പറയുകയാണ്, ശരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നിധി പറയുന്നു, നിങ്ങൾ വരുന്ന കാര്യം നേരത്തെ അറിയാത്തത് കൊണ്ട് സമ്മാനമായി ഒന്നും വാങ്ങി വെക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു സാരിയാ, സുനന്ദ ഇത് വാങ്ങണം. അയ്യോ എന്തിനാ ഇതെല്ലാം എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സാരമില്ല ഇത് വാങ്ങ്. ഈ സാരിയിൽ സുനന്ദയെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും. താങ്ക് യു നിധി എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി സുനന്ദ അത് വാങ്ങുകയാണ്. സുധീഷ് പറയുന്നു, നിധി പറഞ്ഞതുപോലെ ഒന്നും വാങ്ങി വെക്കാനുള്ള സമയമില്ലായിരുന്നു. അയ്യോ അത് സാരമില്ലാന്ന് സുനന്ദയുടെ ഭർത്താവ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇത് ചെറിയൊരു ഗിഫ്റ്റ്, പുതിയ വാച്ച, ഒരുപാട് വിലയുള്ളതൊന്നും അല്ല കേട്ടോ, പക്ഷേ നല്ലതാ, പ്ലീസ്. സുനന്ദ അത് നോക്കിയിട്ട് സുനന്ദയുടെ ഭർത്താവ് സുധീഷിന്റെ കയ്യിൽ നിന്നും ആ വാച്ച് വാങ്ങുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷ്. നിധിയുടെ കയ്യിൽ പിടിച്ച് കെട്ടിപ്പിടിച്ച് സുനന്ദ പറയുന്നു, ശരി നിധി, സുഭാഷ് ഏട്ടനെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തണം. സുഭാഷിനോടും മറ്റെല്ലാവരോടും യാത്ര പറയുകയാണ് സുനന്ദ. ഭാസ്കറിന്റെ അരികിലേക്ക് വന്നിട്ട് സുനന്ദ പറയുന്നു, മാമ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭഗവാന്റെ ഫോട്ടോയുടെ അരികിലേക്ക് വന്നു പ്രാർത്ഥിച്ച് സുനന്ദയെയും ഭർത്താവിനെയും സന്തോഷത്തോടുകൂടി അനുഗ്രഹിക്കുകയാണ് ഭാസ്കരൻ. തുടർന്ന് സുനന്ദ പറയുന്നു, ശരി മാമ ഞങ്ങൾ പോയിട്ട് വരാം. കണ്ടു നിറങ്ങിയ സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് സുനന്ദ പറയുകയാണ്, പോയിട്ട് വരാം. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, സന്തോഷമായിട്ടിരിക്കെ, പോയിട്ട് വാ. എല്ലാവരോടും യാത്ര പറഞ്ഞ് സുനന്ദയുടെ ഭർത്താവ് സുനന്ദയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. സുനന്ദയും ഭർത്താവും കൈപിടിച്ച് പോകുന്നത് കണ്ട് സന്തോഷത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷ്. സുനന്ദ തിരിഞ്ഞ് സുഭാഷിനെയും മറ്റെല്ലാവരെയും നോക്കുന്നുണ്ട്. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുനന്ദ സുഭാഷുമായുള്ള നല്ല നിമിഷങ്ങൾ ഓർക്കുകയും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭർത്താവിന്റെ ഒപ്പം വീട്ടിലേക്ക് പോവുകയുമാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.